കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിററിനെ കുറിച്ചും അതുപോലെ വേരിയസ് ആപ്ലിക്കേഷൻ ഓഫ് മിററിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ റിഫ്ലക്ഷനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ റിഫ്ലക്ഷൻ ഈസ് ആക്ച്വലി എ പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റിഫ്ലക്ഷൻ, വിച്ച് ഹെൽപ്പിംഗ് അസ് ടു സീ ദ ഒബ്ജക്റ്റ് അറൗണ്ട് us. ഓക്കെ, നമുക്ക് ചുറ്റുമുള്ള ഒബ്ജക്ട്സിനെയൊക്കെ നമുക്ക് കാണാൻ സഹായിക്കുന്ന ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. Just imagine I have a cricket ball. In my hand, I have a cricket ball. And I am hitting the cricket ball on the ground. What happened? എന്താ പറ്റുക? ഒരു ക്രിക്കറ്റ് ബോൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ക്രിക്കറ്റ് ബോൾ ഉപയോഗിച്ച് ഗ്രൗണ്ടിലേക്ക് ഹിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? അത് ബൗൺസ് ചെയ്യും അല്ലേ? ആ ഒരു ക്രിക്കറ്റ് ബോൾ ബൗൺസ് ബാക്ക് ചെയ്യും. സോ ഇതുപോലെ തന്നെ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് റേ എന്ന് പറയുന്നത് ഒരു റിഫ്ലക്റ്റിങ്സ് ആയിട്ടുള്ള സർഫസിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ അത് ബൗൺസ് ചെയ്യുന്നു. സോ ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ വാട്ട് യു മീൻ ബൈ റിഫ്ലക്ഷൻ? ഇറ്റ് ഈസ് ആക്ച്വലി എ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ. സോ ഞാൻ പറഞ്ഞു ഒരു ലൈറ്റ് റേനെ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താ ഈ റേ എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ എ ലൈറ്റ് റേ? ലൈറ്റ് റേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ റെപ്രസെൻറ്റേഷൻ ഓഫ് പാത്ത് ഓഫ് ലൈറ്റ്. It is actually a representation of path of light. How to represent a path of light? I can represent using a straight line. We can draw a straight line with an arrow. With an arrow. So, ray is actually a straight line with an arrow which represent the path of light. Okay. So, ഇവിടെ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സ്പെരിമെൻ്റ് ആണിത്. ഒരു ചെറിയ സ്ലിറ്റിലൂടെ ലൈറ്റ് കടന്നു പോവാണ്. വളരെ നാരോ ആയിട്ടുള്ള ഒരു ലൈറ്റ് റേ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ പാത്ത് ഓഫ് ലൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് എന്ത് സംഭവിച്ചേ? അത് ഒരു മിററിൽ സ്ട്രൈക്ക് ചെയ്യുകയാണ്. എന്നിട്ടത് ബൗൺസ് ചെയ്തു. സോ ഇതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരു ലൈറ്റ് റേ ഒരു ചെറിയ സ്ലിറ്റിലൂടെ അല്ലെങ്കിൽ ഒരു ചെറിയ ഹോളിലൂടെ കടത്തി വിട്ടപ്പം വളരെ നാരോ ആയിട്ടുള്ള ഒരു ലൈറ്റ് റേ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? സോ അതൊരു റേ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു റേ നമ്മുടെ മിററിലേക്ക് ഹിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ചെയ്ത് അത് പിന്നെ തിരിച്ചു വരുവാണ്, ബൗൺസ് ബാക്ക് ചെയ്യുന്നു. സോ ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് ട്രേസ് ചെയ്യാൻ വിചാരിക്കുക. ഈ ഒരു പാത്ത് ഓഫ് ലൈറ്റ് എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, അതൊന്ന് ട്രേസ് ചെയ്യുക. സോ അങ്ങനെ വരച്ചേക്കുന്നതാണ് ഇത് കേട്ടോ. സെയിം കാര്യം തന്നെയാണ്. ഇത് നമ്മുടെ മിററാണ്. എന്ത് മിററാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്? എന്ത് മിററാ? യെസ്, ഇറ്റ് ഈസ് എ പ്ലെയിൻ മിററാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു പ്ലെയിൻ മിററിലേക്ക് ഒരു ലൈറ്റ് റേ വന്ന് സ്ട്രൈക്ക് ചെയ്തു, ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് അത് സ്ട്രൈക്ക് ചെയ്തു, അതിനുശേഷം അത് ബൗൺസ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് പറയാം അത് റിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, ഇതിനെ നമുക്കൊരു റേ ഡയഗ്രം എന്ന് വിളിക്കാം. റിഫ്ലക്ഷനെ കാണിക്കുന്ന റേ ഡയഗ്രമാണിത്. റേ ഡയഗ്രം. അപ്പോൾ റിഫ്ലക്ഷനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നതിന് മുമ്പ് റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ടേമാണ് ഇൻസിഡൻറ്റ് റേ. ഇൻസിഡൻറ്റ് റേ ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് ഇൻസിഡൻറ്റ് റേ എന്ന് വെച്ചാൽ. എന്താ ഇൻസിഡൻറ്റ് റേ? ഇറ്റ് ഈസ് ആക്ച്വലി എ റേ ഓഫ് ലൈറ്റ് വിച്ച് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇൻസിഡൻറ്റ് റേ ഈസ് എ റേ ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ റിഫ്ലക്റ്റിംഗ് സർഫസ്. ആ ഒരു റേഡിയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇൻസിഡൻറ്റ് റേ സ്ട്രൈക്കിംഗ് അറ്റ് വൺ പർട്ടിക്കുലർ പോയിന്റ്. ഈ ഒരു പോയിന്റിൽ ഞാൻ പി എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് ഞാൻ കാണിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റാണ് പി, ക്യാപിറ്റൽ ലെറ്റർ പി. സോ ദിസ് ഈസ് ആക്ച്വലി എ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. വാട്ട് ഈസ് ദാറ്റ്? പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് ആക്ച്വലി എ പോയിന്റ് വെയർ ദ ഇൻസിഡൻറ്റ് റേ സ്ട്രൈക്ക്. അപ്പോൾ എവിടെയാണ് ഇൻസിഡൻറ്റ് റേ സ്ട്രൈക്ക് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ച ആ ഇൻസിഡൻറ്റ് റേക്ക്? യെസ്, അത് റിഫ്ലക്റ്റ് ചെയ്തു, അത് ബൗൺസ് ബാക്ക് ചെയ്തു, അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്തു. സോ ആഫ്റ്റർ റിഫ്ലക്ഷൻ യു ക്യാൻ സീ ദാറ്റ് എ റേ ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് കംസ് ഫ്രം ദ മിറർ, ദാറ്റ് റേ ഈസ് കോൾഡ് റിഫ്ലക്റ്റഡ് റേ. Okay, so we have incident ray, the ray of light that incident on a reflecting surface or on a surface, and here we have reflected ray. After reflection, a ray of light comes from the mirror, that is a reflected ray. Okay, so ഇതാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേ ഡയഗ്രത്തിലെ രണ്ട് ടേംസ് എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടു ടേംസ് ആണ് ഇൻസിഡൻറ്റ് റേയും അതുപോലെ റിഫ്ലക്റ്റഡ് റേ. നെക്സ്റ്റ് വൺ ഈസ് നോർമൽ. വാട്ട് ഈസ് ദാറ്റ്? നോർമൽ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈനാണ്. ഒരു ഇമാജിനറി ലൈൻ
ഇറ്റ് ഈസ് ആക്ച്വലി എ പെർപെൻഡിക്കുലർ ലൈൻ ഡ്രോവിങ് ടുവേർഡ്സ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, നമുക്ക് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഉണ്ട്, ദ പോയിന്റ് വേർ ദ ഇൻസിഡൻറ്റ് റേ സ്ട്രൈക്ക്. അങ്ങനെ ആ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റിലേക്ക് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോർമൽ എന്ന് വിളിക്കുക കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ ഇൻസിഡൻറ്റ് റേ പഠിച്ചു, റിഫ്ലക്റ്റഡ് റേ പഠിച്ചു ആൻഡ് നോർമൽ. സോ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ദ റേ ഓഫ് ലൈറ്റ് ദാറ്റ് ഫാൾസ് ഓൺ ദ മിറർ ഈസ് കോൾഡ് ഇൻസിഡൻറ്റ് റേ. മിറർ എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് മിറർ എടുത്തു എന്ന് മാത്രം, നമുക്ക് വേണമെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് വിളിക്കാം. ആൻഡ് ദ റേ ഓഫ് ലൈറ്റ് ദാറ്റ് കംസ് ബാക്ക് ഫ്രം ദ മിറർ ഈസ് കോൾഡ് റിഫ്ലക്റ്റഡ് റേ. ആൻഡ് ഹിയർ വി ഹാവ് നോർമൽ പെർപെൻഡിക്കുലർ ലൈൻ ഡ്രോവിങ് ടുവേർഡ്സ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ഇനി ഈ ഫിഗറിൽ നിങ്ങൾക്ക് രണ്ട് ആംഗിൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? യെസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എന്താ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. യെസ്, നമുക്കറിയാം ഇവിടെ ഇൻസിഡൻ്റ് റേയുടെയും നോർമലിൻ്റെയും ഇടയ്ക്ക് വരുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സോ ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻ്റ് റേ ആൻഡ് നോർമൽ. Angle of incidence is the angle between incident ray and normal. And what about angle of reflection? It is an angle between normal and reflected ray. അങ്ങനെ രണ്ട് ആംഗിൾസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. Here we have angle of incidence and angle of reflection. So angle of incident is the angle between normal and incident ray, and angle of reflection is the angle between normal and റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു രണ്ട് ഫിഗർ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടെ ഒരു പർട്ടിക്കുലർ, ഇതൊരു ഞാൻ നോർമൽ ഇവിടെ വരയ്ക്കുന്നു വിചാരിച്ചോ, ഒരു പെർപെൻഡിക്കുലർ ലൈൻ നോർമൽ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ ആംഗിളാണ്. ഇവിടെ വരുമ്പോൾ ആ ആംഗിൾ കുറച്ചും കൂടെ കൂടിയല്ലേ? ഇതെന്ത് ആംഗിളാണ്? യെസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ഇവിടെയും ആംഗിൾ ഓഫ് ഇൻസിഡൻ്റ് ആണ്. പക്ഷേ ഇവിടുത്തെ സെക്കൻഡ് ബി എന്ന് പറഞ്ഞ ഫിഗറിൽ എന്താ സംഭവിച്ചത്? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് കുറച്ചും കൂടെ കൂടി. അപ്പോൾ വാട്ട് അബൌട്ട് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും കുറച്ചും കൂടെ കൂടി. അപ്പോൾ നമുക്കൊരു പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് മെഷർ ചെയ്യാം. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും മെഷർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ചോദിച്ചേക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഇതുപോലെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എനിക്ക് കിട്ടുന്ന, അപ്പം ഞാൻ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്ന ആദ്യം ഒരു ആംഗിൾ 30 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി എനിക്ക് കിട്ടി. ദെൻ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയത് 30 ഡിഗ്രിയാണ്. എന്ന് വെച്ചാൽ എന്താ? രണ്ടും സെയിം ആണ്. നെക്സ്റ്റ് ഞാൻ കുറച്ചും കൂടെ ആംഗിൾ കൂട്ടി, 35 ആക്കി. 35 ഡിഗ്രിയാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്രയായിരുന്നു അറിയാമോ? യെസ്, 35 തന്നെയാണ്. ഇഫ് ഐ എം മേക്കിംഗ് 40 degree as an angle of incidence means angle of reflection also become 40 degree. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? അതെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ്, സെയിം ആണെന്ന് നമുക്ക് കിട്ടും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതൊരു നമ്മുടെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ്. അത് മാത്രമല്ല വേറൊരു കാര്യം നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഞാനിവിടെ എനിക്ക് വേണമെങ്കിൽ ഇത് ട്രേസ് ചെയ്ത് വരയ്ക്കാം അല്ലേ? ഒരു പെൻസിലോ പെന്നോ ഉപയോഗിച്ചിട്ട് എനിക്ക് ഈ ഒരു പേപ്പറിലേക്ക്, വൈറ്റ് ബോർഡിലേക്ക് എനിക്കിതിനിങ്ങനെ ട്രേസ് ചെയ്യാം. സോ ഇങ്ങനെ ട്രേസ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് റിഫ്ലക്റ്റഡ് റേയും ഇങ്ങനെ ട്രേസ് ചെയ്ത് വരയ്ക്കാം. അതുപോലെ നോർമലിനെയും എനിക്ക് അങ്ങനെ വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം മൂന്നും ഒരേ പ്ലെയിനിലാണ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരേ പേപ്പറിലാണ്, ഒരേ ഫ്ലാറ്റ് സർഫസിൽ മൂന്നിനെയും വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് കൺക്ലൂഷൻ നമുക്കൊരു എക്സ്പെരിമെൻറ്റ്, ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കൺക്ലൂഷൻ എന്താണ്? രണ്ട് ആംഗിളും നമ്മൾ ഓരോ ആംഗിൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിട്ടാണ് വന്നത്. പിന്നെ നമ്മുടെ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലിലേക്ക് ഒരു പേപ്പറിലാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഒരു പ്ലെയിനിലാണ് അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു രണ്ട് കൺക്ലൂഷനിൽ നിന്ന് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ലോസ് ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എല്ലായിടത്തും കുറച്ച് ലോസ് ഉണ്ടല്ലേ? നമ്മുടെ സ്കൂളിൽ കുറച്ച് ലോ ഉണ്ട്, അതുപോലെ റോഡിൽ നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റേതായിട്ട് ലോ ഉണ്ട്. അതുപോലെ നമ്മളൊരു നമ്മുടെ ഒരു കൺട്രിയിൽ ഒരു സിറ്റിസൺ ആയ സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ലോസ് ഉണ്ട്. നമ്മൾ ആ ലോസ് എല്ലാം ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ റിഫ്ലക്ഷൻ്റെ കേസിലും 2 ലോസ് ഉണ്ട്. അത് എല്ലാ കേസിലും എവിടെയൊക്കെ റിഫ്ലക്ഷൻ നടക്കുന്നോ അവിടെ എല്ലാം ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഷുഡ് ബി ഒബെയ്ഡ്. ലൈറ്റ് ഷുഡ് ഒബേ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ.
even if the reflection is happening on the surface of a water or any cardboard or any surface, എവിടെ നടന്നാലും എന്താണ്, എവിടെ റിഫ്ലക്ഷൻ ഉണ്ടോ അവിടെ എല്ലാം ഈ 2 laws ഷുഡ് ബി ഒബെയ്ഡ്. ആ ലോസ് ഒബെയ്ഡ് ആണ്, അത് ഒബേ ചെയ്തിരിക്കണം. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ ഏതൊക്കെയാണ് 2 ലോസ് എന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഈസി ആയിട്ട് ഞാനിങ്ങനെ എഴുതുവാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റിന് ഞാൻ ആംഗിൾ ഐ, ഒരു റെപ്രസെൻറ്റേഷൻ ആണ് അല്ലേ, ആംഗിൾ ഐ എന്ന് കാണിക്കുന്നു. ഈസ് ഓൾവേസ് ഈക്വൽ ടു സൈൻ ഇട്ടിട്ടുണ്ട് ആംഗിൾ ആർ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലോ. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഓർത്തിരിക്കാം. ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതാണ് നമ്മുടെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഫസ്റ്റ് ലോയിൽ? ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ, അത്രേ ഉള്ളൂ. അത് എല്ലാ കേസിലും ഓൾവേസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഇൻസിഡൻറ്റ് 45 എന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ആർ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ എത്രയാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് 45 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നോ നീഡ് ടു വറി, ഇറ്റ് ഈസ് ഷുഡ് ബി 45 ഡിഗ്രി ആയിരിക്കും. അത് 45 തന്നെയാണ് അല്ലേ. ഇനി സെക്കൻഡ് ലോ ഇങ്ങനെയാണ്. ദ ഇൻസിഡൻറ്റ് റേ normal, where normal at the point of incident and the reflected ray all lying on the same plane. ഈ പ്ലെയിൻ എന്ന് വെച്ചാൽ എന്താ? പ്ലെയിൻ മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി 2-dimensional ഫ്ലാറ്റ് സർഫസ്. 2-dimensional ഫ്ലാറ്റ് സർഫസിനെയാണ് നമ്മൾ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. പ്ലെയിൻ മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ആക്ച്വലി എ 2-dimensional ഫ്ലാറ്റ് സർഫസ്. എന്ന് വെച്ചാൽ ഈ ഇൻസിഡൻറ്റ് റേയും അതുപോലെ നോർമലും റിഫ്ലക്റ്റഡ് റേ എല്ലാം എല്ലാം ഉള്ളത് ഒരൊറ്റ പ്ലെയിനിലായിരിക്കും. ഒരു സെയിം പ്ലെയിനിലാണ് ഇത് മൂന്നും ഉള്ളത്. അല്ലാതെ ഇൻസിഡൻറ്റ് റേ ഒരു പ്ലെയിനിൽ, നോർമൽ വേറൊരു പ്ലെയിനിൽ, അങ്ങനെയല്ല, മൂന്നും ഒരേ പ്ലെയിനിലായിരിക്കും കേട്ടോ. അതാണ് സെക്കൻഡ് ലോ. സോ ഫസ്റ്റ് ലോ എന്ന് വെച്ചാൽ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സെക്കൻഡ് ലോ, ഇൻസിഡൻറ്റ് റേ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ, ഈ മൂന്നും എന്താണ്? ഒരേ പ്ലെയിനിലാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലോസ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർത്ത് നോക്കിയാലോ. ആദ്യം നമ്മൾ എന്താണ് റിഫ്ലക്ഷൻ നോക്കി, ജസ്റ്റ് അതിൻ്റെ റേ ഡയഗ്രം, സം ടേംസ് റിലേറ്റഡ് ടു റിഫ്ലക്ഷൻ നമ്മൾ നോക്കി. ഇൻസിഡൻറ്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് എന്താണ് റിഫ്ലക്ഷൻ, അത് ഓർത്തിരിക്കണം. അതുപോലെ ഈ ടേംസ് എന്താണ് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് പഠിച്ചിരിക്കേണ്ടത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലോസ് ആണ് നമുക്കുള്ളത്. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് റേ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ ഓൾ ലൈങ് ഓൺ ദ സെയിം പ്ലെയിൻ. Okay, thank you.